ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആണ്ടുവട്ടം 26-ാം വാരം ബുധനാഴ്ച. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്നത്. തിരുസഭ ഇന്ന് വിശുദ്ധ കൊച്ചിത്രേസ്യയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈശോയുടെ വിശുദ്ധ കൊച്ചിത്രേസ്യ. തങ്ങളിൽ ആരാണ് വലുത് ചെറുത് എന്നുള്ള തർക്കത്തിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞിനെ എടുത്ത് അവരുടെ നടുക്ക് നിർത്തിയിട്ട് ഈശോ പറയുകയാണ്, ഈ കുഞ്ഞിനെ പോലെ ആര് ചെറുതാകുന്നുവോ അവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയത്. ഇന്നത്തെ സുവിശേഷ ഭാഗം അക്ഷരം പ്രതി ജീവിതത്തിലേക്ക് സ്വീകരിച്ച് അത് ധ്യാനിച്ച് ജീവിച്ച് കാണിച്ച് വിശുദ്ധിയായി മാറിയ ഒരു വ്യക്തിയാണ് വിശുദ്ധ കൊച്ചിത്രേസ്യ. വേദപാരംഗത, മിഷൻ പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥ എന്നുള്ള വലിയ വലിയ സ്ഥാനങ്ങളൊക്കെ നൽകി തിരുസഭ വിശുദ്ധയെ ആദരിക്കുന്നുണ്ട്. വിശുദ്ധയുടെ ജീവചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ദ ലിറ്റിൽ വേസ്. കൊച്ചിത്രേസ്യ പഠിപ്പിച്ചു വരുന്ന ചെറിയ വഴികൾ. ഈശോയ്ക്ക് പ്രിയപ്പെട്ടത് അല്ലെങ്കിൽ പ്രിയപ്പെട്ടവളായി മാറാനായിട്ട് വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചെറിയ കാര്യങ്ങൾ ഏറ്റവും സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി ചെയ്താലും നമ്മൾ ദൈവത്തിന് പ്രിയപ്പെട്ടവൻ അല്ലെങ്കിൽ വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധയായി മാറുമെന്ന് കാണിച്ചു തന്ന ഒരു കൊച്ചു വിശുദ്ധ. ഇന്നത്തെ സുവിശേഷ ഭാഗവും ഈ തിരുനാളും നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്ന ധ്യാനചിന്ത ചെറുതാകലിൻ്റെ ആത്മീയതയാണ്. ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷെ അതിനു മുമ്പായിട്ട് ഈ ചെറിയ കാര്യങ്ങൾ കാണുവാനുള്ളൊരു തുറവി അതുണ്ടാവണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് കരുതുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മളുടെ വീട്ടിലായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തായിക്കൊള്ളട്ടെ നമ്മളുമായി ബന്ധപ്പെട്ട ആരും ആയിക്കൊള്ളട്ടെ അവർ നമുക്ക് ചെയ്യുന്ന ചെറിയ ചെറിയ സേവനങ്ങൾ, സ്നേഹം നിറഞ്ഞ സമീപ്യം, ഇവയൊക്കെ നമ്മൾ തിരിച്ചറിയുകയും കാണുകയും അതിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങളിൽ ആത്മീയത കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന വീട്ടിലെ അമ്മ, കഷ്ടപ്പെട്ട് പണിക്ക് പോകുന്ന അപ്പച്ചൻ, നമ്മളുമായി ബന്ധപ്പെട്ട മറ്റു വ്യക്തികൾ, കൂട്ടുകാർ, നമുക്ക് സഹായം ചെയ്യുന്നവർ, ഇതൊക്കെ നമ്മൾ പലപ്പോഴും ടേക്കൻ ഫോർ ഗ്രാൻഡായിട്ട് കരുതുകയാണ്. അങ്ങനെ കരുതാതെ നന്ദി നിറഞ്ഞ മനസ്സോടു കൂടി അതൊക്കെ നോക്കിക്കാണണമെന്ന് ഈ ചെറുതാകലിൻ്റെ ആത്മീയത എന്ന് പഠിപ്പിക്കുന്നുണ്ട്. നമ്മളുടെ ഒരു നേരത്തെ സ്നേഹം നിറഞ്ഞ സാമീപ്യമായിരിക്കാം, അല്ലെങ്കിൽ സ്നേഹം നിറഞ്ഞൊരു വാക്കായിരിക്കാം, അതുമല്ലെങ്കിൽ സ്നേഹം നിറഞ്ഞൊരു നോട്ടം. ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണെന്ന് ഇന്നത്തെ സുവിശേഷവും ഈ തിരുനാളിൽ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ തിരുനാളിൻ്റെ പശ്ചാത്തലത്തിൽ ഈ സുവിശേഷം വായിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം, ഈശോയെ വിശുദ്ധ കൊച്ചിത്രേസ്യയെ പോലെ ചെറുതാകലിൻ്റെ ആത്മീയത എന്നിലെ വളർത്തണമേ. ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ചെറിയ കാര്യങ്ങൾ കാണുവാനുള്ളൊരു തുറവി നൽകി എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ലോകത്തിൻ്റെ മുമ്പിൽ ചെറുതായി നിൻ്റെ മുമ്പിൽ വലുതാവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം കർത്താവെന്ന് ഇന്നത്തെ ദിവസം നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.